ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് നുവ അക്കാദമിയിലാണ്. +2 അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ മുഴുവനായിട്ട് കാണുക. വെൽക്കം. നുവ അക്കാഡമിയിൽ ഏതൊക്കെ കോഴ്സുകളാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? എന്തിനെ ബേസ് ചെയ്തിട്ടാണ് കോഴ്സുകളുള്ളത്? നുവ അക്കാദമിയിൽ നമ്മൾ മെയിൻലി കൺസ്ട്രക്ഷൻ റിലേറ്റഡ് കോഴ്സുകളാണ് ചെയ്യുന്നത്. മെയിനായിട്ട് ഇപ്പോൾ നമ്മൾക്കുള്ളത് 4 കോഴ്സുകളാണ്. 4 കോഴ്സുകളിൽ മെയിനിൽ വരുന്നത് 1.5 വർഷത്തെ ഡിപ്ലോമ ഇൻ ഇൻറ്റീരിയർ ഡിസൈനിങ് ആൻഡ് ആർക്കിടെക്ചറാണ്. അതിൽ നമ്മൾ തിയറി ഉണ്ട്, പ്രാക്ടിക്കലും ഉണ്ട്. നമ്മൾ സോഫ്റ്റ്വെയർസും അതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോകാഡ്, 3ds മാക്സ്, ഇതൊക്കെ നമുക്ക് മെയിനായിട്ട് ഇപ്പം ഈവൻ ഒരു എബ്രോഡ് പോകാൻ വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ കൂടി ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ സോഫ്റ്റ്വെയർസ് എന്നുള്ളത്. അപ്പം ഇതൊരു 1.5 വർഷത്തെ ഡിപ്ലോമ ആണെങ്കിൽ കൂടി നമ്മൾ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇവിടുന്ന് ഇറങ്ങുമ്പോഴേക്കും നമ്മൾ ഇവർക്ക് പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഏതൊരു സ്ഥാപനത്തിലാണെങ്കിലും ഇവർക്ക് നല്ല എന്താ പറയുക, ഈവൻ മോക്ക് ഇൻ്റർവ്യൂസും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല കോൺഫിഡൻസോട് കൂടി എവിടെ വേണമെങ്കിലും അവർക്ക് ജോബ് നമുക്ക് അഷ്യൂർ ചെയ്യും, അവർക്ക് കിട്ടും ചെയ്യും, നമുക്ക് ഉറപ്പാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫീസിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ 50% ഫീസ് നമ്മൾ ജോബിൽ ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്ന സമയത്തും ബാക്കി 50 നമ്മൾ മേടിക്കുന്നത് അവർക്ക് ജോലി ആയിട്ടാണ്. അപ്പോൾ അത്രയും നമുക്ക് അഷ്യൂറൻസ് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇത് ജോബ് ഓറിയൻറ്റഡ് ആണെന്നുള്ളത്. പിന്നെ നമുക്ക് തന്നെയുള്ളത് ഒരു ബിൽഡേഴ്സാണ്. നമുക്ക് സ്വന്തമായിട്ടൊരു കൺസ്ട്രക്ഷൻ ഫേം ഉണ്ട്. ഇവിടെ നമ്മൾ എല്ലാം ഡീൽ ചെയ്യുന്നുണ്ട്. ഇൻറ്റീരിയർ ആവട്ടെ, എക്സ്റ്റീരിയർ ആവട്ടെ, റെസിഡൻഷ്യൽ ആവട്ടെ, കൊമേഴ്ഷ്യൽ ആവട്ടെ, നമുക്ക് നല്ലൊരു കുറേ പ്രോജക്ട്സ് ഉള്ള നുക്റ്റ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു സിസ്റ്റർ കമ്പനി ആയിട്ടാണ് നമ്മളിത് വർക്ക് ചെയ്യുന്നത്, നുവ അക്കാദമി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണെങ്കിലും ആ ഫീൽഡിൽ വരുന്ന എന്തൊരു ഡൗട്ടിനും നമുക്കൊരു സൊല്യൂഷൻ നമുക്ക് ഈ അക്കാദമിയിൽ നിന്ന് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വേണമെങ്കിൽ നമുക്ക് നമ്മളുടേതായിട്ടുള്ള സൈറ്റുകളുണ്ട്. അല്ലാതെ നമുക്ക് അവരെ ഏത് സൈറ്റിലേക്ക് വേണമെങ്കിലും ഇപ്പോൾ നമ്മൾക്കിപ്പം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ബാച്ചിന് തന്നെ നമുക്ക് സൈറ്റായിട്ടും എക്സ്പോ ആയിട്ടും മെറ്റീരിയൽ സ്റ്റഡി ആയിട്ടും ഒക്കെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു അഷ്യൂറൻസ് നമുക്ക് എന്തുകൊണ്ടും ചെയ്യാൻ പറ്റും. ജോബ് ഓറിയൻറ്റഡ് ആണ്, നമുക്ക് ജോബ് അഷ്യൂറൻസ് അതുകൊണ്ട് എന്തായാലും ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്ന കോഴ്സ് എന്ന് പറയുന്നത് ഹൈബ്രിഡ് കോഴ്സാണ്. അതായത് അത് ഇൻറ്റീരിയർ ഡിസൈനിങ് തന്നെയാണ്. അത് നമുക്ക് ബോത്ത് ഓൺലൈൻ ഓഫ്ലൈൻ വീക്ക്ലി വൺസ് എങ്ങാനും അവർ ഇപ്പം കുറേ വീട്ടമ്മമാർക്കാകട്ടെ, ലൈക്ക് കുറേ പേര് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ടാവും. ഈ 12th കഴിഞ്ഞവരൊക്കെ ഈ ജോലിക്ക് പോകണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും. അവർക്ക് ചിലപ്പം വന്ന് പഠിക്കാൻ കഴിയില്ല, എപ്പോഴും വരാൻ പറ്റില്ല, വീട് വിട്ടിട്ട് വരാൻ പറ്റാത്ത ആളുകൾക്കൊക്കെ നമുക്ക് ഇൻറ്റീരിയർ ഡിസൈനോട് ഭയങ്കര പാഷനുള്ള ആളുകളുമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹൈബ്രിഡ് കോഴ്സ് മെയിനായിട്ട് എയിം ചെയ്യുന്നത്. ഈ ഇൻറ്റീരിയർ ഡിസൈനിനോട് താല്പര്യം അല്ലെങ്കിൽ ആർക്കിടെക്ചർ ആ ഒരു ഫീൽഡിലോട് താല്പര്യമുള്ള ആളുകൾക്ക് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഈ സോഫ്റ്റ്വെയർസൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അവർക്ക് കുറച്ചൊരു തിയോറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇതിൻ്റെ ബേസ് ആയിട്ട് അവർക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കേണ്ടത്, ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് അവർക്ക് എന്തൊക്കെ ഈ ഒരു ഫീൽഡിൽ അറിയണം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു ഹൈബ്രിഡ് കോഴ്സ് കൊണ്ട് നമ്മൾ എയിം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അതൊരു 6 month കോഴ്സാണ്. അപ്പം വീക്ക്ലി വൺസൊക്കെ അവർ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരേണ്ട ആവശ്യമുള്ളൂ. അപ്പം അത് ഹൈബ്രിഡ് കോഴ്സ് എങ്ങനെയാണ്, ഹൈബ്രിഡ് കോഴ്സ് വളരെ യൂസ്ഫുൾ ആണ് ആക്ച്വലി. പിന്നെ അടുത്തത് ഇനി വരുന്നത് നമ്മൾ സൈറ്റ് സൂപ്പർവൈസർ കോഴ്സാണ്. 10th or 12th പാസ്സായിട്ട് നമുക്ക് ലൈക്ക് ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം. അപ്പം പോരാത്തിന് കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളുകളുണ്ടാകും. അപ്പം അങ്ങനത്തെ ആളുകൾക്ക് നമ്മൾ കുറച്ചൊരു സോഫ്റ്റ്വെയർ സ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ചെറിയ സോഫ്റ്റ്വെയർ സ്കില്ലോട് കൂടി തന്നെ സൈറ്റ് സൂപ്പർവിഷനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. സൈറ്റ് സൂപ്പർവിഷൻ ഒരു സൈറ്റിൽ ഇപ്പം നമ്മൾ പക്ക തിയറി പഠിച്ചിട്ട് ഒരാൾക്ക് സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മാനേജ് ചെയ്യാൻ കഴിയണം എന്നില്ല. ബട്ട് സൈറ്റായിട്ട് നമ്മൾ പഠിച്ച ഒരാൾക്ക് സൈറ്റ് സൂപ്പർവിഷനിൽ ആൾ എക്സലൻ്റ് ആവും. അപ്പം അങ്ങനത്തെ ഒരു കോഴ്സാണ് നമ്മൾ സൈറ്റ് സൂപ്പർവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് സോഫ്റ്റ്വെയർ മാസ്റ്ററി പ്രോഗ്രാം. അത് നമ്മൾ മെയിനായിട്ട് എയിം ചെയ്യുന്നത് ഈ BTech, ITI, ഡിപ്ലോമ, BArc കഴിഞ്ഞവർക്കൊക്കെ സോഫ്റ്റ്വെയർ സ്കിൽ ഇപ്പം ഡൗൺ ആയ ആളുകളുണ്ടാകും. അല്ലെങ്കിൽ ഒന്ന് സോഫ്റ്റ്വെയർസ് പഠിച്ച ടൈമിലുള്ള സോഫ്റ്റ്വെയർസൊക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്യണം. ഈ സോഫ്റ്റ്വെയർസ് തീരെ അറിയാത്ത ആളുകളുണ്ടാകും. അങ്ങനത്തെ ആളുകൾക്ക് ഇപ്പോൾ എന്തിനാണെങ്കിലും ഇപ്പോൾ ഓഫീസ് വർക്ക് വേണമെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർസ് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പം അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ മാസ്റ്ററി പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത്. അത് മെയിൻലി ഈ സോഫ്റ്റ്വെയർസ് ഈ ഓട്ടോകാഡ്, 3ds മാക്സ്, ലൂമിയോൺ, സ്കെച്ചപ്പ് അങ്ങനത്തെ നമ്മളുടെ മെയിൻ സോഫ്റ്റ്വെയർസ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ടോട്ടലി നമ്മൾ 4 ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടെ. കംപ്ലീറ്റ്ലി ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നമുക്ക് അത്യാവശ്യം വേണ്ട അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഈ 4 കോഴ്സിൽ നമ്മൾ മെയിൻലി കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്ലേസ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ആക്ച്വലി അതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 100% ജോബ് അഷ്യൂറൻസ് നമ്മൾ തരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ തന്നെ ഒരു കൺസ്ട്രക്ഷൻ ഫേമാണ്. പിന്നെ അത് മാത്രമല്ല നമുക്ക് പരിചയമുള്ള കുറേ ഫേമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഒരു പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഇറക്കുന്നത്.
അപ്പോൾ പിന്നെ പോരാത്തിന് മോക്ക് ഇൻ്റർവ്യൂസ് എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം അവരെവിടെയും കോൺഫിഡൻ്റ് ആയിട്ട് അവർക്ക് പിടിച്ച് നിൽക്കാൻ കഴിയും എന്നൊരു അഷ്വറൻസ് ഞങ്ങൾക്ക് തരാനും കഴിയും. ഈ ഒരു പ്ലേസ്മെൻറ്റ് അഷ്വറൻസിൻ്റെ കൂടെ തന്നെ അവർ വേറെ ഏതൊരു കമ്പനിയിൽ പോയി കഴിഞ്ഞാലും അവർക്ക് ആ ഒരു കോൺഫിഡൻസിൽ പിടിച്ച് നിൽക്കാൻ കഴിയും. അവർ ഒന്നും അറിയാതല്ല. ഇപ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ പുറത്തിറങ്ങി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മളുടെ ഡിപ്ലോമ ചെയ്യുന്ന കുട്ടികളുടെ ഒരു ഹാർഡ് വർക്ക്, അവർ ഏതൊരു ഫീൽഡിലും തിളങ്ങണം എന്നുള്ളത് നമ്മളുടെ ഒരു ഇതായതുകൊണ്ട് തന്നെ നമ്മുടെ ഡിപ്ലോമ ചെയ്യുന്ന കുട്ടികളുടെ ഹാർഡ് വർക്കാണ് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികളിപ്പോൾ വർക്ക് ചെയ്യുന്നതാണിത്. അപ്പം ഇതിൽ വരുന്ന 4 കോഴ്സുകളും ആക്ച്വലി കൺസ്ട്രക്ഷൻ ബേസ്ഡ് ആണ്. ഫസ്റ്റ് വരുന്ന കോഴ്സ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞ ഡിപ്ലോമ ഇൻ ആർക്കിടെക്ചർ ഇന്റീരിയർ ഡിസൈനിങ്. അതൊരു 1.5 ഇയർ കോഴ്സാണ്. ബട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കോഴ്സാണ്. നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ തന്നെ തിയോറി ആവട്ടെ പ്രാക്ടിക്കൽ ആവട്ടെ എല്ലാം ഡീൽ ചെയ്യുന്നൊരു കോഴ്സാണ്. പിന്നെ അടുത്ത വരുന്ന സൈറ്റ് സൂപ്പർവിഷൻ. അതും ഇതുപോലെ തന്നെ സൈറ്റിൽ നമ്മളൊരു എക്സ്പേർട്ടായി മാറുകയാണ്. ഈ ഒരു 8 മന്ത് കോഴ്സാണത്. അതിൽ നമ്മൾ സൈറ്റ് എക്സ്പെർട്ടൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സൈറ്റ് ആവട്ടെ അതുപോലെ തന്നെ നമ്മൾക്ക് വേണ്ട സോഫ്റ്റ്വെയർസിൻ്റെ സ്കില്ലും നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഓട്ടോകാഡ്, സ്കെച്ചപ്പ് ഇതെല്ലാം നമ്മൾ സോഫ്റ്റ്വെയർ സ്കിൽസും അതിൽ കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് വരുന്ന കോഴ്സാണ് ഹൈബ്രിഡ് കോഴ്സ്, 3rd കോഴ്സ്. ഹൈബ്രിഡ് കോഴ്സ് ഒരു 6 മന്ത് കോഴ്സാണ്. ബട്ട് ഈ വീട്ടിലിരുന്ന് ലൈക്ക് ഈ ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ് ആയിട്ട് ആർക്കിടെക്ചർ ആയിട്ട് ഇതിനൊക്കെ താല്പര്യമുള്ളവർ ഇൻട്രസ്റ്റുള്ള ആളുകൾ കുറേ പേരുണ്ടാവും. അപ്പം അവരെയാണ് മെയിനായിട്ട് നമ്മളിതിൽ എയിം ചെയ്യുന്നത്. ഇതിലോട്ട് താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു ഹൈബ്രിഡ് കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു 6 മന്ത്സ് കൊണ്ട് തന്നെ നിങ്ങൾ സോഫ്റ്റ്വെയർസിൽ ശരിക്കും സോഫ്റ്റ്വെയർസും നമ്മുടെ ഈ എന്താ പറയുക കൺസ്ട്രക്ഷൻ ആർക്കിടെക്ചർ ഫീൽഡിലായിട്ടുള്ള ബേസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നല്ലൊരു നോളജ് കിട്ടും. നമുക്ക് അടുത്തതായിട്ട് വരുന്ന സോഫ്റ്റ്വെയർ മാസ്റ്ററി പ്രോഗ്രാം. അത് കംപ്ലീറ്റ്ലി നമ്മൾ സോഫ്റ്റ്വെയർ സ്കിൽസ് കൊടുക്കുകയാണ് ആളുകൾക്ക്. ഓട്ടോകാഡ്, 3ds മാക്സ്, സ്കെച്ചപ്പ്, V-Ray, ലൂമിയോൺ പോലത്തെ സോഫ്റ്റ്വെയർസിൽ നമ്മൾ മാസ്റ്ററി പ്രോഗ്രാമാണ് മീൻ ചെയ്യുന്നത് ആ ഒരു ഇതുകൊണ്ട്. ന്യൂ അക്കാഡമിയുടെ കറക്റ്റ് ലൊക്കേഷൻ എവിടെ? നമ്മുടെ ലൊക്കേഷൻ വരുന്നത് വണ്ടൂർ ടൗണിൽ നിന്നൊരു 1 കിലോമീറ്റർ മാറിയിട്ട് കുളിക്കാട്ടുപടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വണ്ടൂർ പെരിന്തൽമണ്ണ റൂട്ടിലാണ് വരുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മളുടെ കോഴ്സിൻ്റെ കാര്യങ്ങളും ലൊക്കേഷൻ്റെ കാര്യങ്ങളും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് വഴിയോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ താഴെ ഒരു നമ്പർ കൊടുക്കുന്ന വഴിയോ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതാണ്.